4 ദിവസത്തേക്ക് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴ ലഭിക്കാനാണ് സാധ്യത. ഇതോടെ ഉയർന്ന ചൂടിന് ആശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഒരു അല്പ സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നുന്നൊരു വാർത്തയാണ്. വർഷ ഗിരീഷുണ്ട് വിവരങ്ങളുമായി. വർഷ, കേരളത്തിൽ പരക്കെ ഇന്നലെ കാര്യമായി തന്നെ വേനൽ മഴ ലഭിച്ചു. വലിയ ചൂടിനൊരു ചെറിയ ആശ്വാസം, ഒരു ചെറിയ തണുപ്പൊക്കെ രാത്രിയിൽ ഉറങ്ങിയവർക്കൊക്കെ ഒരു സഹായമായി. പക്ഷേ കോഴിക്കോട് ചിലയിടങ്ങളിൽ, മലയോര മേഖലകളിലൊക്കെ ഈ വേനൽ മഴ കുറച്ച് നാശം ഉണ്ടാക്കി തോന്നുന്നു അല്ലേ? ഗുഡ് മോർണിംഗ് ഗോകുൽ ദിൽന. സൂചിപ്പിച്ച പോലെ തന്നെ മഴ ആശ്വാസമാണ്, ചെറിയ തണുപ്പെല്ലാം ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് കോഴിക്കോട് ഉൾപ്പെടെ പലയിടങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇന്നലെ പെയ്ത ശക്തമായ കാറ്റിലും മഴയോടും ഒപ്പം തന്നെ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ ഇടിമിന്നലേറ്റ് മലപ്പുറത്ത് എടവണ്ണപ്പാറയിൽ 65-കാരിയാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കാറ്റിൽ മരക്കൊമ്പ് പൊട്ടി വീണാണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റത്. ഇങ്ങനെ 2 പേർക്ക് വലിയൊരു അപകടം തന്നെയുണ്ട്. ഒരാൾ മരണപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാവിലുംപാറയിൽ 1000-ഓളം വാഴകൾ നശിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മാവൂർ മേഖലകളിലും വലിയ കൃഷിനാശം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. മാവൂരിൽ കൃഷ്ണൻ നായർ എന്ന വ്യക്തിയുടെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. ഓടിട്ട വീടായിരുന്നു. ആ സമയം ആളുകളെല്ലാം ഓടി രക്ഷപ്പെട്ടത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതുപോലെ സമാനമായ രീതിയിൽ പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിലേക്കും മതിലുകൾക്ക് മുകളിലേക്കും മരങ്ങൾ കടപുഴകി വീണിരുന്നു. പിന്നീട് അതെല്ലാം എടുത്തു മാറ്റുകയായിരുന്നു. എന്തായാലും പലയിടങ്ങളിലും വലിയ നാശനഷ്ടം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമായും മലയോര മേഖലയിൽ കുറ്റ്യാടി, നാദാപുരം, വിലങ്ങാട് എന്നിവിടങ്ങളിലാണ് മഴ ശക്തമായിരുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആശ്വാസമായൊരു മഴയായിരുന്നു എങ്കിലും പലർക്കും അത് അപകടമായി മാറിയെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.